haloalkanes and haloarenes in just 7 minutes. Let's do it. Haloalkane and haloarenes important ആയിട്ടുള്ള ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് haloalkanes ആണ്. So ROH in the presence of HCl with ZnCl2 as catalyst നമുക്ക് RClഉം വാട്ടറും കിട്ടും. ഈ RCl ദേ ഇവിടെ നിന്നുള്ള RCl പിന്നെ H2O ഈ Hഉം OHും കൂടെ ചേർന്ന് H2 ആയിട്ട് മാറും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് മെത്തേഡാണ്. ഇതിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടെർഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ CH3OH. അതായത് ഈ ആൽക്കഹോൾസും ഈ ആറെന്ന് കാണിച്ചിരിക്കുന്നില്ലേ, ആറ് ഏതായി വരുന്നോ അതുമായിട്ടുള്ള റിയാക്ടിവിറ്റിയാണ്. സോ ആറിന് വരും ഒരു ടെർഷറി ആൽക്കൈലാണ് ഇതിനകത്തുള്ളതെങ്കിൽ നമുക്ക് എന്താ ഉറപ്പിക്കുക, അത് ഏറ്റവും ഫാസ്റ്റായിട്ട് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ടു റിയാക്ഷൻ, ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. കാരണം ഇതിൽ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. സോ എൻഡ് പ്രോഡക്ട്സ് എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. സോ ROHും PCl3 ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ സ്റ്റോഷിയോമെട്രി ആയിട്ട് 3 ഉണ്ടെന്ന് ഓർക്കണം. ഇവിടെയും ഇവിടെ 3 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ 3 കാണില്ല. പിന്നെ നമുക്കൊരു H3PO3 എല്ലാം 3 എന്ന് ഓർത്ത് വെച്ചാൽ മതി, കംപ്ലീറ്റ് 3. നെക്സ്റ്റ് ROH PCl5 ആയിട്ടാണ് ചേരുന്നതെങ്കിൽ എൻഡ് പ്രോഡക്റ്റ് എല്ലാം സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, Cl5 കിട്ടണം. ഇതുണ്ടോ Cl3 Cl, അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ Cl5 കിട്ടണം. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കാണാതെ വിളിച്ച് വെക്കണം, ഈ എൻഡ് റിസൾട്ട് കാണാതെ വിളിച്ച് വെക്കണം. ദെൻ ദ ലാസ്റ്റ് ഈസ് ദ ബെസ്റ്റ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ്. ഹാലോ ആൽക്കെയിൻസ് മാത്രമേ ഈ മെത്തേഡ് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹാലോ അരീൻസിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഹാലോ ആൽക്കെയിൻ SOCl2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് RCl + SO2 + HCl. ഇതിൽ എൻഡ് പ്രോഡക്റ്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ബെൻസൈൽ ആൽക്കഹോൾ SOCl2 ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കത്തില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്നും നടക്കാൻ പോകുന്നില്ല, ഈ റിയാക്ഷൻ നടക്കത്തില്ല. ഈ റിയാക്ഷൻ ഓൺലി ആപ്ലിക്കബിൾ ടു ഹാലോ ആൽക്കെയിൻസ്, ഓക്കെ. നെക്സ്റ്റ്, ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാലോ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഹൈഡ്രോകാർബൺ ആണ്. ഹൈഡ്രോകാർബണ് UV ലൈറ്റ് ഇൻ ദ പ്രസൻസ് Cl2 ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. നമ്മൾ ഓർക്കണം, ഹെൽപ്പർ എന്ന് കണ്ടാൽ അതായത് ഹീറ്റ്, ഇലക്ട്രിസിറ്റി, ലൈറ്റ്, പെറോക്സൈഡ് ഇതെല്ലാം ഉണ്ടെങ്കിൽ റാഡിക്കൽ ആയിരിക്കും, ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ആയിരിക്കും അത്. ആൻഡ് ദിസ് ഇസ് എ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ. അങ്ങനെ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ വഴി അറ്റത്ത് ക്ലോറൈഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്ലോറിൻ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ റിയാക്ഷൻ കിട്ടും. ഇതിൽ മേജർ പ്രോഡക്റ്റ്, മൈനർ പ്രോഡക്റ്റ് ഇതെല്ലാം നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന സ്ഥലത്ത് പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് അവർ മെത്തേഡ് ഈസ്, നമ്മുടെ ആൽക്കീൻസിൽ നിന്നും നമുക്ക് ഹാലോ ആൽക്കീൻസിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് രണ്ട് മെത്തേഡുണ്ട്. ഫസ്റ്റ് ഹൈഡ്രജൻ ഹാലൈഡുമായിട്ടുള്ള മെത്തേഡ്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇത് കട്ടാവുന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, ഇവിടെ ഒരു ബ്രോമിൻ ആഡ് ചെയ്യുന്നു, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഹൈഡ്രജൻ ആഡ് ചെയ്തു, ബ്രോമിൻ ആഡ് ചെയ്തു. അടുത്ത മെത്തേഡും അങ്ങനെയാണ്, പക്ഷേ ഇവിടെ രണ്ട് സ്ഥലത്തും ബ്രോമിൻ ആഡ് ചെയ്യണം, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, രണ്ട് സ്ഥലത്തും ബ്രോമിൻ ആഡ് ചെയ്യുന്നു. Okay, and this method is with bromine and CCl4. This is used as a method for the detection of unsaturation in the compound. Unsaturation means double bond അല്ലെങ്കിൽ triple bond ഉള്ള കോമ്പൗണ്ട്സിനെയാണ് unsaturated compounds എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ബ്രോമിനും CCl4ഉം കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് ഒരു റെഡിഷ് ബ്രൗൺ കളർ കിട്ടും. എപ്പോൾ അൺസാച്ചുറേഷൻ ആ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ, ഒരു കോമ്പൗണ്ട് എടുത്തു, ബ്രോമിനും CCl4ഉം ആഡ് ചെയ്തു, ആ കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അതെന്ത് കാണിക്കുമ്പോൾ റെഡിഷ് ബ്രൗൺ കളർ കാണിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. അപ്പോൾ ഈ മെത്തേഡ്സിൽ നിന്നൊക്കെ നമുക്ക് ബ്രോമൈഡ്സും ക്ലോറൈഡ്സും, അതായത് ഹാലോ ആൽക്കെയിൻസിലെ ആൽക്കൈൽ ബ്രോമൈഡ്സ്, ആൽക്കൈൽ ക്ലോറൈഡ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ നമുക്ക് അയഡൈഡ്സും ഫ്ലൂറൈഡ്സും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ റിയാക്ഷൻസ് വേണം. ഓക്കെ, അയഡൈഡ്സും ഫ്ലൂറൈഡ്സും പ്രിപ്പയർ ചെയ്യുന്നത് രണ്ട് മെത്തേഡ്സ് വഴിയാണ്, ഫ്രിങ്കൽസ്റ്റീൻ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ. ഫ്രിങ്കൽസ്റ്റീൻ റിയാക്ഷനിൽ നമ്മുടെ സോഡിയം അയോഡൈഡ് വിത്ത് ഡ്രൈ അസറ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. സോ ഈ രണ്ട് റിയാക്ഷനിലെ പ്രത്യേകത, നമ്മൾ ക്ലോറൈഡ്സിനെയും ബ്രോമൈഡ്സിനെയാണ് എടുക്കുന്നത്. ആൽക്കൈൽ ക്ലോറൈഡ്സ്, ആൽക്കൈൽ ബ്രോമൈഡ്സിനെ എടുത്തിട്ട് അതിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഫ്രിങ്കൽസ്റ്റീൻ റിയാക്ഷനിൽ സോഡിയം അയോഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഇതർ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അയോഡൈഡ്സ് കിട്ടും. അടുത്ത സ്വാർട്സ് റിയാക്ഷനിൽ ഇതിനെ നമ്മൾ മെറ്റാലിക് ഫ്ലൂറൈഡ്സ്, സിൽവർ ഫ്ലൂറൈഡ്, മെർക്കുറിക് ഫ്ലൂറൈഡ്, കോപ്പർ ഫ്ലൂറൈഡ്, ടിൻ ഫ്ലൂറൈഡ് ഇതൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫ്ലൂറൈഡ്സ് കിട്ടും. സോ ദീസ് ടു റിയാക്ഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, ഫ്രിങ്കൽസ്റ്റീൻ റിയാക്ഷൻ ആൻഡ് സ്വാർട്സ് റിയാക്ഷൻ. ഓക്കെ,
ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ നമ്മളൊരു ഹൈഡ്രോകാർബൺ മെയിൻലി ഇത് ടൊളുവീനാണിത്. ടൊളുവീനെ നമ്മൾ ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് അയൺ ആൻഡ് ഡാർക്ക്. ആൻഡ് ഇൻ ദ പ്രസൻസ് വി ഗെറ്റ് ഓർത്തോഹാലോട്ടോളുവീൻ ആൻഡ് പാരാഹാലോട്ടോളുവീൻ. നമുക്കറിയാം ഓർത്തോഹാലോട്ടോളുവീൻ ആൻഡ് പാരാഹാലോട്ടോളുവീൻ ഇത് രണ്ടും മെൽറ്റിംഗ് പോയിൻ്റ് വ്യത്യാസം കാരണം ബോയിലിംഗ് പോയിൻ്റ് വ്യത്യാസം കാരണം നമുക്കിതിനെ വേർതിരിക്കാൻ പറ്റും. ഓക്കെ, അത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി. യെസ്, ദാറ്റ്സ് ദ മെത്തഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് അവർ സാൻഡ്-മയേഴ്സ് റിയാക്ഷൻ. സാൻഡ്-മയേഴ്സ് റിയാക്ഷനിൽ നമ്മൾ അമീൻസിനെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അമീൻസ് എന്ന് വിളിക്കുന്നത്. Amine, when treated with the NaNO2, HX is always halide. Okay, halide at 273 Kelvin or 0 degree Celsius. 273 Kelvin എന്ന് പറയുന്നത് എന്താ? 0 degree Celsius ആണ്. അത് വെരി കോൾഡ് കണ്ടീഷൻ. ഇങ്ങനെ കോൾഡ് കണ്ടീഷനിൽ നമുക്കൊരു ഈ സോൾട്ട് കിട്ടും. ഇതിനെ വിളിക്കുന്നതിനാണ് ഡയാസോണിയം സോൾട്ട്. ഈ ഡയാസോണിയം സോൾട്ടിനെ കോപ്പർ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. ആൻഡ് ദിസ് ഹോൾ പ്രോസസ് ഇസ് കോൾഡ് എ സാൻഡ്-മയേഴ്സ് റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദിസ് തിങ് ഈസ് കോൾഡ് ഡയാസോണിയം സോൾട്ട്. ഓക്കെ, ഡയാസോണിയം സോൾട്ട് അല്ലെങ്കിൽ ഡയാസോണിയം ക്ലോറൈഡ് എന്നൊക്കെ അതിനെ വിളിക്കും. ഓക്കെ, അതോടെ നമ്മുടെ പ്രിപ്പറേഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അരീൻസ് കഴിഞ്ഞു. അടുത്തത് കെമിക്കൽ റിയാക്ഷൻസ്. ഹാലോ ആൽക്കെയിൻസിനും ഹാലോ അരീൻസിനും 3 കെമിക്കൽ റിയാക്ഷൻസ് ആണുള്ളത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് വിത്ത് മെറ്റൽസ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോഫൈൽ വന്നിട്ട് നമ്മുടെ ഇതിനടുത്തേക്ക് വന്നിട്ട് ഇലക്ട്രോഫൈൽ വേറൊരു ന്യൂക്ലിയോഫൈലിനെ മാറ്റി ആ ന്യൂക്ലിയോഫൈൽ കയറി വരികയാണ് ചെയ്യുന്നത്. അതായത് ഉള്ള ന്യൂക്ലിയോഫൈലിനെ മാറ്റി പുതിയ ന്യൂക്ലിയോഫൈൽ കയറി വരുന്നു. അതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു ന്യൂക്ലിയോഫൈൽ വരണമെങ്കിൽ ആ സംഭവം എന്തായിരിക്കണം? ഇലക്ട്രോഫിലിക് ആയിരിക്കണം. ഓക്കെ, അത് ന്യൂക്ലിയോഫൈൽ മീൻസ് ഇലക്ട്രോൺ റിച്ച് ആണ്, ഇലക്ട്രോഫൈൽ മീൻസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽ വരണമെങ്കിൽ, ഒരു സാധനത്തിലേക്ക് ന്യൂക്ലിയോഫൈൽ വരണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഇലക്ട്രോഫൈലിക് ആയിരിക്കണം ആ സംഭവം. ഓക്കെ, ആൻഡ് ഹിയർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് 2 മെക്കാനിസം വഴിയാണ് നടക്കുന്നത്. SN1 റിയാക്ഷൻ ആൻഡ് SN2 റിയാക്ഷൻ. SN1 റിയാക്ഷൻ, SN2 റിയാക്ഷൻ, ഇവിടുത്തെ ഡിഫറൻസ് പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. SN1 റിയാക്ഷനിൽ റിയാക്ഷൻ്റെ റേറ്റ് അതിൻ്റെ സബ്സ്ട്രേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നമുക്ക് വഴി മനസ്സിലാവും. പിന്നെ SN2 ആണെങ്കിൽ റേറ്റ് സബ്സ്ട്രേറ്റിനെ, അറ്റാക്കിംഗ് റിയേജൻറ്റിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. SN1 കാർബോകാറ്റോൺ ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, SN2 ഒരു ഇൻ്റർമീഡിയറ്റും ഇല്ല. എപ്പോൾ SN2 എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു അറ്റാക്കിംഗ് ഇവിടെ നിന്ന് ന്യൂക്ലിയോഫൈൽ വരുന്നു. ന്യൂക്ലിയോഫൈലിനെയാണ് അറ്റാക്കിംഗ് റിയേജൻറ്റ് എന്ന് വിളിക്കുന്നത്. AR മീൻസ് അറ്റാക്കിംഗ് റിയേജൻറ്റ്, മീൻസ് വാട്ട് ഈസ് അറ്റാക്കിംഗ് ദ കോമ്പൗണ്ട്. അത് ന്യൂക്ലിയോഫൈലാണ്. സോ ന്യൂക്ലിയോഫൈൽ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നതും പഴയ ന്യൂക്ലിയോഫൈൽ പോകുന്നതും ഒരുമിച്ചായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ഒന്നുമില്ല. അതേസമയം SN1 ന്യൂക്ലിയോഫൈൽ വരുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യും? പുതിയൊരു കോമ്പൗണ്ടായി മാറും. അതാണ് കാർബോകാറ്റോൺ ആയിട്ട് മാറും. അതിന് ശേഷമാണ് ഇത് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. So this is a 2-step reaction, single step reaction, and there is no intermediate here. This is second order kinetics കാരണം സബ്സ്ട്രേറ്റിനെ അറ്റാക്കിംഗ് റേജിനെ രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഫസ്റ്റ് ഓർഡർ സിൻസ് ഓൺലി സബ്സ്ട്രേറ്റ്. ദെൻ പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ്. പ്രോട്ടിക് മീൻസ് ഹൈഡ്രജൻ ഉള്ള സാധനങ്ങളാണ് പ്രോട്ടിക് എന്ന് വിളിക്കുന്നത്. ആൻഡ് SN1 റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടുത്തെ നമ്മുടെ കാറ്റലിസ്റ്റായിട്ട് അല്ലെങ്കിൽ ആ മീഡിയം എന്തായിരിക്കണം? പോളാർ പ്രോട്ടിക് സോൾവെൻറ്റുള്ള മീഡിയം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ വാട്ടർ, അമോണിയ, അതിലെല്ലാം ഹൈഡ്രജൻ ഇല്ലേ? സോ അത് പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ്, ഹിയർ പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ്സ്. ഇത് വലിയ കാര്യമാക്കണ്ട. എന്നാൽ റെസിമൈസേഷൻ, ദെൻ ദിസ് റെസിമൈസേഷൻ മീൻസ് SN1 റിയാക്ഷന് ശേഷം ആ കോമ്പൗണ്ട്, SN1 റിയാക്ഷൻ നടന്നതിന് ശേഷമുള്ള കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അത് റെസിമൈസേഷൻ എക്സിസ്റ്റ് ചെയ്യും. അതായത് പകുതി ഇൻവേർഷനും പകുതി റിറ്റൻഷനും. റിറ്റൻഷൻ മീൻസ് കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇരുന്നു. ഇൻവേർഷൻ മീൻസ് കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്നു. ജസ്റ്റ് നമ്മുടെ സ്ട്രക്ചറലായിട്ട്, അതായത് സ്പേസിൽ നിൽക്കുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് SN2 ഇൻവേർഷൻ നടക്കും. അത് ഇങ്ങനെ ഇടിക്കുമ്പം തിരിഞ്ഞു പോകും. സ്പേസിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഇൻവേർട്ടഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ റെസിമൈസേഷൻ ആണ്. പകുതി ഇൻവേർഷനും പകുതി റിറ്റൻഷനുമാണ്. എന്തും അങ്ങനെയാണ്. എന്തായാലും ഇനി SN1 റിയാക്ഷനിൽ ഇതാണ് ഇതിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ. ടെർഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ CH3. കാരണം ഇവിടെ കാർബോകാറ്റോൺ ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ സ്റ്റെബിലിറ്റി പറയുന്നത് കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി വെച്ചിട്ടാണ്. കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി നമുക്കറിയാം ടെർഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ CH3 ആണെന്ന് അല്ലേ? SN2 കേസിൽ നേരെ ഓപ്പോസിറ്റാണ്. കാരണം അവിടെ നമ്മൾക്ക് കാർബോകാറ്റോൺ ഇൻ്റർമീഡിയറ്റ് ഇല്ല.
അവിടെ നമ്മൾ പറയുന്ന ബൾക്കിനെസ് വെച്ചിട്ടാണ്. ടെർഷറി ഗ്രൂപ്പിനൊക്കെ ബൾക്കിനെസ് ലാർജാണ്. അപ്പോൾ ആ ബൾക്കിനെസ് കാരണം നമ്മുടെ ന്യൂക്ലിയോഫൈലിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. ന്യൂക്ലിയോഫൈലിന് അടുത്തേക്ക് വരണമെങ്കിൽ സ്പേസ് വേണ്ടേ, ഇലക്ട്രോഫിലിക് ആയിരിക്കണ്ട. പക്ഷേ ഇവിടെ ഫുൾ ബൾക്കിനെസ്സാണ്. ബൾക്കിനെസ് കാരണം നമ്മുടെ ന്യൂക്ലിയോഫൈലിന് അകത്തേക്ക് വരാൻ പറ്റത്തില്ല. സോ ഇവിടെ ടെർഷറിയാണ് ലീസ്റ്റ് സ്റ്റേബിൾ. ഇവിടെ ടെർഷറി മോസ്റ്റ് സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ ഇവിടെ ടെർഷറി ലീസ്റ്റ് സ്റ്റേബിളാണ്. ഓക്കെ ഓക്കെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ദിസ് ഈസ് ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈലുള്ള റിയാക്ഷൻ. ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ മീൻസ് a nucleophile that can attack through two major portions, two major types, that can attack two major ways or types. They're like this cyanide thing. ഈ സയനൈഡ് എന്ന് പറഞ്ഞ സാധനത്തിന് കാർബണിലൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഒന്നുകിൽ അതിൽ കാർബണിനെ നെഗറ്റീവ് ചാർജ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നൈട്രജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ട് അതിന് അറ്റാക്ക് നടത്താൻ പറ്റും. സോ ഇൻ ദ ഫസ്റ്റ് കേസ് KCN എന്ന് പറഞ്ഞാൽ അയണിക് കോമ്പൗണ്ടാണ്. അയണിക് കോമ്പൗണ്ടായ KCN ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സയനൈഡാണ് കിട്ടുന്നത്, CN. അതായത് ഇത് കാർബണിലെ നെഗറ്റീവ് ചാർജുമായിട്ടാണ് ബോണ്ട് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ KCN അയണിക്കാണ്. നെക്സ്റ്റ് AgCN വെച്ചിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പക്ഷേ ഐസോസയനൈഡാണ് കിട്ടുന്നത്. ഇതിൽ നൈട്രജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വെച്ചിട്ടാണ് ബോണ്ടിങ് നടത്തുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്, AgCN കോവലൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈലിൽ ഈ ഒരു എക്സാമ്പിളാണ് CN എന്ന് പറഞ്ഞ എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിളിൻ്റെ NO2 എന്ന് പറഞ്ഞ എക്സാമ്പിൾ. അതിലും നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ടും ഓക്സിജനിലെ നെഗറ്റീവ് ചാർജ് വെച്ചിട്ടും അത് റിയാക്ട് ചെയ്യും. Okay, and this is the most important nucleophilic reaction. There are a lot of reaction given there and you should go through it, but this is the most important which I feel. Okay, next reaction, this chemical reaction is elimination reaction. എലിമിനേഷൻ റിയാക്ഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടല്ലോ, അത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഇത് ഓർക്കണം, എലിമിനേഷൻ റിയാക്ഷൻ നടക്കുന്ന ആൽക്കഹോളിക് KOHൻ്റെ പ്രസൻസിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ഓക്കെ, ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ ബീറ്റ ഹൈഡ്രജൻ ആറ്റം നോക്കണം. ബീറ്റ ഇത് ആൽഫ കാർബൺ ആറ്റം. ആൽഫ കാർബൺ ആറ്റത്തിൻ്റെ അടുത്തുള്ള കാർബൺ ആറ്റത്തിനാണ് ബീറ്റ കാർബൺ ആറ്റം എന്ന് പറയുന്നത്. ബീറ്റ കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ആറ്റമാണ് ബീറ്റ ഹൈഡ്രജൻ ആറ്റം. ഈ ബീറ്റ ഹൈഡ്രജൻ ആറ്റത്തെ ഈ ഹാലൈഡ് എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എലിമിനേഷൻ റിയാക്ഷൻ. എപ്പോഴും ഓർക്കണം, ഇതെന്ത് റിയാക്ഷനാണ്, ബീറ്റ എലിമിനേഷനാണ്. ബീറ്റ എലിമിനേഷൻ എന്ന് ഇതിനെ വിളിക്കാം. ബീറ്റ ഹൈഡ്രജനെ എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് ഇത് ചെയ്യുന്നത്. ബീറ്റ ഹൈഡ്രജൻ ബീറ്റ കാർബണിലുള്ള ഹൈഡ്രജൻ, ബീറ്റ കാർബൺ ആൽഫയുടെ ഇപ്പുറത്തുള്ള കാർബൺ ബീറ്റ കാർബൺ. ആൽഫ കാർബൺ ഹാലൈഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണെയാണ് ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് മഗ്നീഷ്യം ബ്രോമൈഡിൻ്റെ റിയാക്ഷൻ, ദാറ്റ് ഈസ് ഗ്രിഗ്നാൾഡ് റിയേജൻറ്റ് വെച്ചിട്ടുള്ള റിയാക്ഷൻ. ഹാലൈഡ്സ് മഗ്നീഷ്യം മെറ്റൽസായിട്ട് റിയാക്ട് ചെയ്ത് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ ഗ്രിഗ്നാൾഡ് റിയേജൻറ്റ് ഫോം ചെയ്യും. ഡ്രൈ ഈതറിൻ്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരാം. ഈ ഗ്രിഗ്നാൾഡ് റിയേജൻറ്റ് പ്രത്യേകത കണ്ടോ, ഇതിൽ R- ആണ്. അതായത് ആൽക്കൈലിന് മൈനസ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ആൽക്കൈലിനൊക്കെ പാർഷ്യൽ പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. പക്ഷേ ഈ കേസിൽ Rന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ കാരണവശാൽ ഈ സാധനം എന്താ ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര റിയാക്റ്റീവായിട്ട് ഇത് എങ്ങാനും ഇച്ചിരി വെള്ളം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഉടനെ ഈ ഹൈഡ്രജൻ എടുത്തുകൊണ്ട് പോകും. R-Hന് എടുത്തുകൊണ്ട് പോയിട്ട് RH ഫോം ചെയ്യും. പിന്നെ നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ പറ്റും, പിന്നെ നമുക്ക് ഗ്രിഗ്നാൾഡ് റിയേജൻറ്റ് വെച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല. സോ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഗ്രിഗ്നാൾഡ് റിയേജൻറ്റ് ഉണ്ടാക്കുമ്പോഴോ അത് യൂസ് ചെയ്യുമ്പോഴോ ഒക്കെ ഡ്രൈ ഈതർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ള റിയാക്ഷനാണ് വുഡ്സ് റിയാക്ഷൻ. അത് എനിക്കൊന്ന് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് റിയാക്ഷൻ ഓഫ് ഹാലോ അരീൻസിലേക്ക് പോകാം. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ അരീൻസ്. ഹാലോ അരീൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ റിയാക്ടിവിറ്റി വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസൊക്കെ കയ്യിലെണ്ണാവുന്ന 1, 2, 3 റിയാക്ഷൻസേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് 4 കാരണങ്ങളാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഫസ്റ്റ്, ഡ്യൂ ടു റെസനൻസ്. നമുക്കറിയാം ഹാലോ അരീൻസിൻ്റെ കേസിൽ നമ്മുടെ ക്ലോറിനായാലും ഹാലൈഡായാലും അതിലെല്ലാം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കാരണം തൊട്ടടുത്ത് ഡബിൾ ബോണ്ടും ഉണ്ട്, റെസനൻസ് ഉണ്ടായിരിക്കും. അത് കാരണം അത് ഭയങ്കര സ്റ്റേബിളായിരിക്കും, ഇങ്ങനെ ഒട്ടിയിരിക്കുമായിരിക്കും. സെക്കൻഡ് റീസൺ, sp2 ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ ഹാലജൻ അറ്റാച്ച്ഡ് കാർബൺ ആറ്റം.
അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടെ അടുത്തേക്ക് ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ് sp2. sp3 കുറച്ചുകൂടെ അകന്നിരിക്കുന്നതാണ്. സോ sp3 അകന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ റിയാക്ഷൻസിൽ കൊണ്ടിട്ട് അതിൻ്റെ റിയാക്ടിവിറ്റി ഹൈ ആയിരിക്കും. പക്ഷേ sp2 ഇങ്ങനെ ഒട്ടിപ്പോയിരിക്കുന്ന സാധനമാണ്. അതിനെ നമ്മൾ റിയാക്ഷൻസിൽ കൊണ്ടിട്ടാൽ അതിന് പിരിയാൻ ഭയങ്കര പാടായിരിക്കും. നോട്ട് പോസിബിൾ. അത് സെക്കൻഡ് റിയാക്ഷൻ. തേർഡ്, ഇൻസ്റ്റബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റോൺ. നമ്മുടെ ഹാലോ അരീൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, ഹാലോ അരീൻസ്. ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് വന്നാൽ ഇതൊരു ഫിനൈൽ കാറ്റോൺ ആയിട്ടാണ് മാറുന്നത്. ഫിനൈൽ കാറ്റോൺ ഭയങ്കര ഇൻസ്റ്റേബിളാണ്. അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള സാധനമുള്ളതുകൊണ്ട് റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ലാസ്റ്റ്, ഡ്യൂ ടു പോസിബിൾ റിപ്പൾഷൻ. ഇതുണ്ടോ, ഇത് ഒരു ഈ ക്ലോറിനിൽ നിറയെ എന്തുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ അത് ഇൻ ഇറ്റ് സെൽഫ് അതെന്താണ്, ഒരു ന്യൂക്ലിയോഫൈലാണ്. ഇതിനെ നമ്മൾ പോയി വേറെ ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാൻ നിന്നാൽ മോളെ പ്രശ്നമാവും, ഭയങ്കര പ്രശ്നമാവും. കാരണം ഇതിൽ റിപ്പൾഷൻ നടക്കും, രണ്ട് തമ്മിൽ റിപ്പൽ ചെയ്യും. സോ ഇതിൽ ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ് യെസ് നമുക്ക് നടത്താം, പക്ഷേ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് നടത്താൻ ഭയങ്കര പാടാണ്. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് കുറുക്കുവിദ്യകൾ കണ്ടുപിടിച്ചിട്ട് കുറച്ച് കുറുക്കുവിദ്യകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കണ്ടീഷൻസും പ്രഷറും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത് ഡൗസ് പ്രോസസ് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ NaOH അറ്റ് 623 Kelvin ആൻഡ് 300 അറ്റ്മോസ്ഫിയറിക് പ്രഷർ വി ചേഞ്ച് ദിസ് ക്ലോറൈഡ് ടു OH. H+ ആഡ് ചെയ്ത് നമ്മൾ എന്താക്കി, OH ക്ലോറിനെ എടുത്ത് കളഞ്ഞ് OH കയറ്റി. ഓക്കെ, ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ആൻഡ് ഇവിടെ നോക്ക്, ഇവിടെ NO2 ഈസ് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, റൈറ്റ്? അപ്പോൾ ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതൊരു ഇലക്ട്രോഫൈലായിട്ട് മാറും. കാരണം ഇലക്ട്രോൺസിനെ എല്ലാം വിഡ്രോ ചെയ്തു, നമ്മുടെ റിങ്ങിൽ നിന്ന് ഇലക്ട്രോൺസിനെ എല്ലാം വിഡ്രോ ചെയ്തു. അപ്പോൾ ഇതൊരു ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു വാം വാട്ടർ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് OH കിട്ടും. ഇവിടെ നമുക്ക് എക്സ്ട്രീം കണ്ടീഷൻസ് വേണ്ടി വന്നു, ഇവിടെ ജസ്റ്റ് വാം വാട്ടർ മതിയായിരുന്നു. കാരണം എന്താ, NO2 ഈസ് എ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. ഓക്കെ ഗൈസ്, ഇത് ലാസ്റ്റ് റിയാക്ഷൻസ് ആണ്. വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ ആൻഡ് ഫിറ്റിംഗ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർക്കണം, സോഡിയം ഉണ്ട്, ഡ്രൈതറും ഉണ്ട് അല്ലേ? നേരത്തെ സോഡിയം ഉണ്ട്, ഡ്രൈതറും ഉണ്ട്. ഫിറ്റിംഗ് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷനിൽ നമ്മൾ RX ആണ് Na+ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട്, ഓ മൈ ഗോഡ് വാട്ട്സ് ദാറ്റ്, RX Na ആയിട്ട് റിയാക്ട് ചെയ്തു, വേറൊരു RX ആയിട്ട് റിയാക്ട് ചെയ്തു, അങ്ങനെ NaXും RRും ഒബ്റ്റെയിൻ ചെയ്തു. പക്ഷെ ഇവിടെ ഈ ആറിന് പകരം നമ്മളൊരു അരയിലിനെ കയറ്റിയാൽ ഇതിനെ നമ്മൾ വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ജസ്റ്റ് എന്താ സംഭവിക്കുന്നത്, ഈ NAയും ഈ Xും പോവും, ഇത്രയും സാധനങ്ങൾ പോവും, എന്നിട്ട് R അരയിൽ. ഫിറ്റിംഗ് റിയാക്ഷൻ മീൻസ് രണ്ട് സാധനം, ഇത് രണ്ട് Na ആയിട്ട് ചേർന്നിട്ട് ഡൈഫിനൈൽ ഫോം ചെയ്തു. സിമ്പിളല്ലേ? ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ രണ്ട് Na 2 X ആയിട്ട് ചേർന്നു, ഇത് രണ്ടെണ്ണം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്തിട്ട് ഡൈഫിനൈൽ ഫോം ചെയ്തു. ഓക്കെ, ആൻഡ് ദീസ് വർ ദ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ 7 മിനിറ്റിലൊന്നും ഈ വീഡിയോ നിന്നില്ല, ആൻഡ് റിയലി 7 മിനിറ്റിനേക്കാളും കൂടി. ഓക്കെ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. താങ്ക് യു.